ഹലോ ഗൈസ്, ഇത് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. ആദ്യത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ചില പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അതിനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ റെക്ടിഫൈ ചെയ്തുകൊണ്ട് വരും. അപ്പോൾ അതിനു പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ വിമർശനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻട്രോ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കോണ്ടന്റിലേക്ക് പോകാം. അതെ, ഞാൻ അശ്വിൻ, ഇത് ഗോകുൽ. ഞാൻ ഗോകുൽ. ഞങ്ങളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് വയലൻസ്, സിനിമ എന്നീ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടോപ്പിക്ക് എടുത്തത്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞില്ലേ, ഇതിന് ഒരുപാട് നാൾക്ക് മുമ്പുണ്ടായിരുന്ന റിലവൻ്റ് ആയിരുന്ന ടോപ്പിക്കല്ല ഇത്, പിന്നെ എന്തിനാ ഇത് പിന്നെയും സംസാരിക്കുന്നത് എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് സംസാരിച്ച് വരുമ്പോൾ അതിന് പുറമെ കുറേയധികം ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻസിഡൻസ് നമ്മൾ പറഞ്ഞു പോകും. അതുകൊണ്ടാണ് അപ്പോൾ ഇതും കൂടെ അതിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംസാരിക്കുന്ന ടോപ്പിക്കിന് കുറച്ചുകൂടെ വ്യക്തതയും ഈസിയറും ആയിരിക്കും തോന്നിയതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് നമ്മളെടുത്തത്. അതെ, ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഞാനിതുപോലെ ഇപ്പം ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ട സമയത്ത് എറണാകുളത്തേക്ക് ഇതുപോലെ ഒരു മീൻസ് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ, പുള്ളി ഇങ്ങനെ പുള്ളിയുടെ ഒരു സുഹൃത്തിനോട് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ഭയങ്കര വയലൻസിനോട് അവർക്ക് ഭയങ്കര താല്പര്യമാണ്, അവരങ്ങനത്തെ മൂവീസാണ് കാണുന്നത്, അല്ലെ മനസ്സിലായി മൂവീസ് അവരത് അങ്ങനത്തെ മൂവീസ് കാണുന്നുണ്ട്, അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇപ്പം വയലൻസ് ഇപ്പം നമുക്ക് ഈ കുറച്ച് എന്താ പറയാ പഴയ രീതിയിലുള്ള ചിന്താഗതിയുള്ള ജേർണലിസ്റ്റുമാരാണെങ്കിലും അവർ പറയുന്നേക്കാം സിനിമയാണ് എല്ലാവരും വഴിതെറ്റിക്കുന്നത്. ഇപ്പൊ എല്ലാവരും ഇപ്പം ജെൻസി കിഡ്സ് ഒക്കെ ഇങ്ങനത്തെ വയലൻസ് ഉള്ള മൂവീസ് കാണുന്നു, അല്ല അങ്ങനെയുള്ള കോണ്ടന്റ് കൺസ്യൂം ചെയ്തിട്ട് എന്നിട്ട് മീൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നു പറഞ്ഞേക്കാം. ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ക്രൈം ചെയ്യാനുള്ള ഏറ്റവും വലിയ മോട്ടീവ് സിനിമയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള സിനിമയാണ് മാത്രമല്ല, ഈ സിനിമ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് എല്ലാവരും അത് മീൻസ് കിഡ്സ്, പുതിയ ജെൻസി കിഡ്സ് അത് ഇമിറ്റേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജെൻസി നല്ല ആൾക്കാരത് ഇൻഫ്ലുവൻസ് കാണിക്കുന്ന നെഗറ്റീവ് കാര്യങ്ങൾ കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് സൊസൈറ്റിയിൽ അത്രയും മോശപ്പെട്ട കാര്യങ്ങൾ കൂടുന്നു. അതൊക്കെ ഇതുകൊണ്ടാണെന്നുള്ള ഒരു അതായത് ബാക്കിയുള്ള പുറമെയുള്ള സൊസൈറ്റിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാണ്ട് സിനിമയാണ്, സിനിമയിൽ ഇങ്ങനെ ഹീറോ അങ്ങനെ കാണിക്കുന്നു, മറ്റേത് കാണിക്കുന്നു, അതുകൊണ്ടാണ് പുതുതലമുറ വഴിതെറ്റുന്നത് എന്നുള്ള രീതിയിലുള്ള ടോക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലേ. അതെ, ഈ സാധാരണക്കാരെ എങ്ങനെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻസ് അത് ഈ പറഞ്ഞ കൂട്ട് അങ്ങനെ നമ്മളൊരു ക്രിമിനൽ ആക്ടിവിറ്റി കമ്മിറ്റ് ചെയ്യാവുന്ന രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് പറ്റുമോ അങ്ങനെ? ഇല്ല, സാധാരണപ്പെട്ട ഒരാൾ ഒരിക്കലും ഒരു സിനിമ കണ്ടിട്ട് പെട്ടെന്ന് ഒരു ക്രൈം ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ദൃശ്യം സിനിമ കണ്ടിട്ട് എനിക്ക് ആ രീതിയിൽ ആ മോഡലിൽ എനിക്ക് കൊല്ലണം, ആ ഒരു അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ലേ. പ്രാക്ടിക്കലായിട്ട് എനിക്ക് അങ്ങനെ ഒരു സംഭവം ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാകത്തില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഈ സിനിമകളൊക്കെ ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല, ഇപ്പം ബോളിവുഡ് എടുത്തു, ഹോളിവുഡ് അല്ലെങ്കിൽ ജാപ്പനീസ്, കൊറിയൻ, പണ്ട് തൊട്ട് ഇങ്ങനെയുള്ള സിനിമകൾ ജേർണൽസ് ഇറങ്ങുന്നുണ്ട്. അവിടുത്തെ ആൾക്കാർ ഒരിക്കലും എല്ലാവരും ഈ ഒരു സംഭവം കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ സൈക്കോ പടങ്ങൾ ഉള്ളത് കൊറിയൻ ലാംഗ്വേജിലാണ്. അപ്പം അങ്ങനെ ലാംഗ്വേജിൽ അത്രയും ക്രൂവൽറ്റി കാണിക്കുന്ന സിനിമകളുണ്ടെന്ന് കരുതിയിട്ട് അവിടുത്തെ ജനങ്ങൾ ഒരിക്കലും പോയി ഇങ്ങനൊരു ക്രൈം ചെയ്യണം എന്നുള്ളൊരു മോട്ടീവായിട്ട് പോയി സാധാരണപ്പെട്ട ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ചെയ്യാനുള്ള ചാൻസ് ചൈൽഡ്ഹുഡ് ട്രോമ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ട്രോമാസ് അനുഭവിച്ച ആൾക്കാരെ അതിലോട്ട് ഇതിനകത്ത് എടുത്തു പറയുന്നത് അബ്നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ അത് ഇൻഫ്ലുവൻസ് ആയേക്കാം അതൊരു ട്രിഗർ ആയേക്കാം, അല്ലാതെ അത് മാത്രം അതിന്റെ റീസൺ അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ മൈൻഡിൽ അത്രയും ക്രിമിനൽ സൈക്കോ മൈൻഡുള്ള ഒരാൾ ചിലപ്പോ എന്ത് കാരണം ഉണ്ടാവും. അതെ, സിനിമ കണ്ട് മാത്രമായിട്ട് വേണമെന്നില്ല, ചിലപ്പം അവരുടെ ലൈഫിൽ എന്തെങ്കിലും അങ്ങനെ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ഇൻഫ്ലുവൻസ് ആവാം. അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടാലും ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സിനിമ ഒരിക്കലും ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ ഒക്കത്തില്ല.
കാര്യം ഒരു ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറത്തേക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അങ്ങനെ അതിനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ റെയർ കേസസ് ആയിരിക്കും. അത് ഈ പറഞ്ഞിട്ട് അബ്നോർമൽ ആയിട്ടുള്ളവരായിരിക്കും. വാരണമായിരം സിനിമ കണ്ടിട്ട് ആർമിയെ ജോയിൻ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കുറേ അധികം രീതിയിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള രീതികളും ഉണ്ട്. കാരണം അപ്പോൾ നമ്മളിപ്പോൾ മൂവി കണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇൻസ്പയർ ആവുന്നവര് ഒരുപാട് കരോട്ടെ കിഡ് സിനിമ, ജാക്കി ചാന്റെ സിനിമ കണ്ടിട്ട് കരോട്ടെ പഠിക്കാൻ പോകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതേപോലെ നമുക്ക് ചില അധികം കാര്യങ്ങളോട് ഇൻഫ്ലുവൻസ് ആവും. പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ആവും, നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ആവും. പക്ഷേ ഈ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഇപ്പം നമ്മുടെ നിയമം എല്ലാത്തിനും ഒരു ബോർഡറാണല്ലോ. ഇപ്പം നെഗറ്റീവായിട്ടൊരു കാര്യം ഒരാളെ കൊല്ലണം അല്ലെങ്കിൽ ഒരു ക്രിമിനലായിട്ടുള്ള കാര്യം ചെയ്യാനുള്ളൊരു ഇൻസ്റ്റിക്റ്റ് ഉണ്ടാവണമെങ്കിൽ അത്രത്തോളം മൈൻഡിൽ ആ ഒരു നിയമം, ഞാനിപ്പോൾ അങ്ങനെ ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ശിക്ഷിക്കപ്പെടും എന്നുള്ളൊരു ബോധമുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ചെയ്യത്തില്ല. ഒരിക്കലും. പക്ഷേ ഫിയർ എന്നെ ശിക്ഷിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ആ ഒരു ക്രൈം അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നതിനോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സിനിമയല്ല എന്ത് സാധനം കണ്ടാലും ഞാനൊരു ക്രൈം ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാന്നിരിക്കും. അത് അബ്നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ വരത്തുള്ളൂ. എന്തായാലും അബ്നോർമൽ എന്ന് പറഞ്ഞാൽ അവർക്ക് മെൻ്റലി ചിലപ്പം ചൈൽഡ്ഹുഡിൽ ഒരുപാട് ട്രോമാസ് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഒരു ഫാക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൈക്കോപാത്ത് അല്ലെങ്കിൽ സൈക്കോ മൈൻഡുള്ള ആൾക്കാർ, സൈക്കോപത്തറ്റിക് എന്നല്ലേ പറയാം, സൈക്കോസിസ് ഉണ്ട്, സൈക്കോ പത്തറ്റിക് ഉണ്ട്, അങ്ങനെ 2 ടൈപ്പ് എന്തോ ഇല്ലേ. അപ്പോൾ അവരുടെയൊക്കെ ചൈൽഡ്ഹുഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും, നമ്മളെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമ. അതെ, ആ ഒരു സിനിമയിൽ അതെ ആ ഒരു ക്യാരക്ടർ ചൈൽഡ്ഹുഡിൽ ഒരുപാട് ട്രോമാസ് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് പേരൻസുമായിട്ടുള്ള കണക്ഷൻ ഇല്ലാണ്ട് ആ ഒരു ട്രോമ മൈൻഡിൽ ഇങ്ങനെ കിടന്ന് ഫീഡായിക്കൊണ്ടിരുന്ന മൊത്തം നാട്ടിലെ ഈ പഴങ്കഥകളും ഒരു ഹൊറർ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ സിമിലർ പാറ്റേണിലാണ്. അപ്പം ആ ഒരു ചൈൽഡ്ഹുഡിൽ അവള് കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് ആ ഒരു ഹൊറർ സ്റ്റോറീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം അവിടെ ഒരു അഭാവം എന്ന് പറഞ്ഞാൽ ഒരു പേരൻസിൻ്റെ കണക്ഷൻ ഇല്ലായ്മ, ആ ഒരു ട്രോമ. അതേപോലെ ഈ കൊലപാതകം ചെയ്യുന്ന അല്ലെങ്കിൽ സൈക്കോ മൈൻഡുള്ള ആൾക്കാർക്കെല്ലാം ഈ ഒരു ചൈൽഡ്ഹുഡിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളതായിട്ട് ഇഷ്ടമുള്ള റിപ്പോർട്ട്സ് ഉണ്ട്. 92% എങ്കിലും ഇങ്ങനെ സൈക്കോപാത്ത് മൈൻഡുള്ള ആൾക്കാർക്ക് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ തന്നെ അതൊരു അബ്നോർമൽ എന്തെങ്കിലും മെന്റൽ ഇഷ്യൂ അല്ലെ ആ ഫേസ് ചെയ്യുന്ന ആൾക്കാരെ അങ്ങനെ പോവുള്ളൂ. അതെ, മെന്റലി എന്തെങ്കിലും ഇൽനെസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ഇൽനെസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലും ഉണ്ടാവാമല്ലോ. അതൊരു കണ്ടീഷനാണ്. അതെ, കണ്ടീഷനാണ്. ഇപ്പൊ സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ പറഞ്ഞ മണിച്ചിത്രത്താഴത്തെ സിനിമയിൽ സൈക്കോസിസ് എന്ന് പറഞ്ഞിട്ട് രോഗാവസ്ഥയാണ് ആ ഒരു ക്രൈം ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. അതേപോലെ മെന്റലി ഇൽനെസ് ഉള്ള ഒരാൾ എന്ത് കാര്യം പ്രൊവോക്കേറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാലും, ഇപ്പം എനിക്ക് ചൈൽഡ്ഹുഡിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ട് ആ ഒരു ട്രോമ എൻ്റെ മൈൻഡിലുണ്ടെങ്കിൽ മേ ബി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അങ്ങനൊരു എന്തെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത്, ഇപ്പം എൻ്റെ ആ പഴയ ആ ഒരു മെമ്മറി ഹുക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പം എനിക്ക് അവിടെ ആ ഒരു ട്രോമ പിന്നെയും ആ ഒരു വൗണ്ട് ഉണ്ടല്ലോ, ആ വൗണ്ട് പിന്നെയും ഇങ്ങനെ അവിടുന്ന് ബ്ലഡ് വരാൻ തുടങ്ങും. മീൻസ് കുറച്ച് സാഹിത്യം ചേർത്തിട്ട് പറഞ്ഞത്. അപ്പം അങ്ങനെ ആ ഒരു മെമ്മറി പിന്നെ ഇങ്ങനെ വൗണ്ട് പിന്നെയും മുറിഞ്ഞിട്ട് പിന്നെ ഹേർട്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഹീലാവണമെന്നില്ല. അങ്ങനെ ഹീലാവാണ്ട് കിടക്കുന്ന ഒരു ട്രോമ ചിലപ്പം അവരുടെ ചൈൽഡ്ഹുഡ് തുടങ്ങുന്നത് ചിലപ്പോൾ അഡൾട്ടിലും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രായം ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ പോലും അവർക്കത് എന്തെങ്കിലും ഇൻസിഡൻസ് കാണുമ്പോൾ അത് മൈൻഡിലിങ്ങനെ ഹർട്ടായിക്കൊണ്ടിരിക്കും. ആ ഒരു ട്രിഗർ വെച്ചിട്ട് വേണമെങ്കിൽ ചിലപ്പം ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു ക്രിമിനലായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനുള്ള ചാൻസ് നല്ല ഹയറാണ്. അതെ, അപ്പോൾ അത് സത്യം പറഞ്ഞ സിനിമ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ സിനിമയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, സൊസൈറ്റിയാണ് സിനിമയെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പം സിനിമ എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു ബിസിനസ് ഒരു കൊമേഴ്ഷ്യൽ രീതിയിലാണല്ലോ ആയിട്ടുള്ളതും ഉണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ വയലന്റ് സിനിമകൾ എന്നൊക്കെ പറഞ്ഞു, വയലന്റ് നല്ല ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതൊരു ബിസിനസ് പോലെയാണ്. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ അവര് സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ അതല്ലേ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. അല്ലാത്ത സാധനം അല്ലാതെ ഇപ്പൊ വാല്യൂ പണ്ടത്തെ ചില കുടുംബ ചിത്രങ്ങളും നമ്മളിപ്പോ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ വിജയിക്കണമെന്നില്ല.
അതിൽ വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് സൊസൈറ്റിക്ക് വേണ്ടത് എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ അവര് മീൻസ് ഇങ്ങനത്തെ അവർക്ക് ആ ഒരു അവർ ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങനെയാണെന്ന് നമ്മൾ കാണുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി എന്താ പറയാ ഫിലിം മേക്കേഴ്സ് അങ്ങനെ സാധനം ക്രാഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. കാരണം ഇപ്പൊ ഞാനൊരു ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു സിനിമ എടുക്കണം, എൻ്റെ കയ്യിൽ അത്യാവശ്യം ഫണ്ടൊക്കെ ഉണ്ട്, ജനറേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന സിനിമ എനിക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കണം എന്നുള്ളൊരു ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടല്ല ഞാൻ ആ സിനിമ എടുക്കുന്നത്. എന്നാലും നമുക്കത് എന്താ പറയാ ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു ഒരിക്കലും എക്സ്റ്റെൻഡ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരു ഇൻകം കൂടെ മീൻസ് ഒരു ഇൻകം ജനറേറ്റ് ആവാൻ വേണ്ടിയിട്ടല്ലേ നമ്മളൊരു ഫണ്ട് മുടക്കുന്നത്. നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് സിനിമ കാണുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലല്ലോ ഇതിനകത്ത് കോടികളുടെ ബിസിനസ് ആണ് സിനിമ. അവർക്കത് വേണം, ഉറപ്പായിട്ടും അതിന് നല്ല റിട്ടേൺസ് ഉണ്ടാവണം. അപ്പൊ ആ റിട്ടേൺസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സൊസൈറ്റി എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ല സൊസൈറ്റിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ക്രാഫ്റ്റ് ആണ് അവർ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ വയലൻസ് രീതിയിലുള്ള സിനിമകളാണെങ്കിലും ഏത് ടൈപ്പ് സിനിമകൾ ഇവിടെ ഇറങ്ങുന്നുണ്ടെങ്കിലും സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാത്തൊരു സാധനം ഒരിക്കലും ഇവിടെ സക്സസ് ആവത്തില്ല. സക്സസ് ആവാൻ ചാൻസ് ഉള്ളതുമാണ് ഇവർ ബിൽഡ് ചെയ്യുന്നത്. അപ്പം സൊസൈറ്റിയും ഇൻഡയറക്ട്ലി അവർ പാക്കപ്പ് പറഞ്ഞ് പോകേണ്ടി വരും. അതെ, അപ്പം ഇൻഡയറക്ട്ലി സൊസൈറ്റിയും ഈ ഒരു സിനിമകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സൊസൈറ്റിയാണ് കൂടുതലും സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള സിനിമകളാണല്ലോ നിർമ്മിക്കുന്നത്, പച്ചമലയാളത്തിൽ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ഇൻഡയറക്റ്റ് ആയിട്ട് ആ രീതിയിൽ നമുക്കിതിനെ വായിച്ചെടുക്കാൻ പറ്റും. എടാ പണ്ട് ഇങ്ങനെ ഒരു സീരിയൽ കില്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിലോട്ട് വന്നതാണ് ജാക്ക് ദ റിപ്പർ. പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ മാത്രം സെലക്റ്റീവായിട്ട് കൊലപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു സീരിയൽ കില്ലറായിരുന്നു ജാക്ക് ദ റിപ്പർ. പുള്ളിയുടെ ബയോഗ്രഫി നമ്മൾ പാസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് ചൈൽഡ്ഹുഡിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ നിന്നുണ്ടായ ഒരു ട്രോമ ഉണ്ടല്ലോ, ആ ട്രോമ വെച്ചിട്ടാണ് അവർ ഇങ്ങനെ ഒരു മൈൻഡുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ ഒരു വ്യക്തി അങ്ങനത്തെ ആൾക്കാരെ മാത്രം പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ മാത്രം തിരഞ്ഞെടുത്ത് കൊല്ലാനുള്ള കാരണം ആ ഒരു മോട്ടീവ്, എന്തിനും ഒരു മോട്ടീവ് ഉണ്ടായിരിക്കണമല്ലോ. അപ്പം പുള്ളി സൈക്കോപാത്താണ്. അപ്പം സൈക്കോപാത്തിന് ഒരു അഡ്രിനാലിൻ റഷ്, ഒരു ബ്ലഡ് റഷ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പുള്ളി ചെയ്യുന്ന കാര്യമാണ് ഈ മർഡേഴ്സ്. ഓരോ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ തിരഞ്ഞെടുത്തിട്ട് അവരെ കൊന്ന് അവരെ പാർട്സ് ആക്കി. ഇത് സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്, ഞാൻ ഓർമ്മിപ്പിക്കണ്ടല്ലോ. അപ്പം അങ്ങനെ ഇത് കാണുമ്പോൾ അല്ലെ ഇതിനെപ്പറ്റി ഇങ്ങനെ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കര കാര്യങ്ങളൊന്നും പറയുന്നില്ല, പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു ബോഡി മൊത്തം വികൃതമാക്കി അവരുടെ ഹാർട്ട് മാത്രം സ്റ്റീൽ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് പുള്ളി വെച്ചത്. അപ്പം പല സൈക്കോപാത്സിനും പല രീതികളുണ്ട്. ഇതിൽ സീരിയൽ കില്ലേഴ്സ് ഉണ്ട്, സൈക്കോപാത്ത് തന്നെ സീരിയൽ കില്ലേഴ്സ് അല്ലാത്തവരുണ്ട്. സീരിയൽ കില്ലേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പാറ്റേൺ കാണും, പ്രത്യേക ഒരു ഇൻ്റർവെൽ ഓഫ് ടൈമും കാണും. ചിലപ്പോൾ 1-2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഒരു കൊലപാതകം നടത്തുന്നത്. ആ ഒരു ഇൻ്റർവെൽ ടൈമിൽ അടുത്ത കൊലപാതകവും നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കോപ്സ് അല്ലെങ്കിൽ പോലീസൊക്കെ ഇതിനെ നോട്ടീസ് ചെയ്യുന്നത്, ഇപ്പം ഒരാൾ സീരിയൽ കില്ലർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇൻ്റർവെൽ ഓഫ് ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇനി ഒരു കൊലപാതകം നടക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു റിപ്പോർട്ട് അവരുടെ FIRൽ അവർ വെക്കും. ഉറപ്പായിട്ടും ആ ഒരു ഇൻ്റർവെൽ ഓഫ് ടൈമിൽ അവർ കൊലപാതകം നടത്തിയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പം നമ്മളൊരു എന്തെങ്കിലും ഒരു സംഭവം നടത്തിയിട്ട് അതിൽ നിന്നൊരു ഡോപ്പമിൻ എഫക്റ്റ് ഉണ്ടാവുമല്ലോ, മനസ്സിലായി, അവര് അത് ഇഷ്ടപ്പെട്ടിട്ട് അത് എൻജോയ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ എൻജോയ്മെന്റ് തീർന്നു കഴിയുമ്പോൾ പിന്നെയും പോയി കൊല്ലും. അതിന്റെ എൻജോയ്മെന്റ് ഇങ്ങനെ മനസ്സിൽ കിടന്ന അതിന്റെ ആ ഒരു പാറ്റേൺ ഒക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ സീരിയൽ കില്ലേഴ്സ് അല്ലാത്ത സൈക്കോ പാർട്സും ഉണ്ട്. അതിങ്ങനെ ഇങ്ങനെ ഒരാൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്താ പറയാ ഒരു മർഡർ അറ്റംപ്റ്റ്സോ അങ്ങനെയൊന്നും ചെയ്യണമെന്നും ഇല്ലത്. ഇല്ല, സൈക്കോപാത്സ് തന്നെ ഇത് ബേസിക്കലി ഒരു രോഗമാണല്ലോ. സൈക്കോപാത്സ് തന്നെ കില്ലിങ് ചെയ്യാത്തവരുണ്ട്, ഇങ്ങനെ സീരിയൽ കില്ലിങ് നടത്തുന്നവരുണ്ട്, സീരിയൽ കില്ലിങ് അല്ലാണ്ട് ഇറഗുലറായിട്ട് കില്ലിങ് നടത്തുന്നവരുണ്ട്. അപ്പോൾ ഇതിലൊരിക്കലും നമുക്ക് ഒരു സൈക്കോപാത്ത് ഒരാളെ കൊല്ലുവോ അല്ലെങ്കിൽ ക്രിമിനലായിട്ട് മാറുമോ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. പലരും പല പാറ്റേൺ ആണ്. അപ്പോൾ അതിൽ ഇതിനൊക്കെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് ട്രോമാസ്, മെൻ്റൽ ഹെൽത്തിൻ്റെ അവോയ്ഡൻസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് 90% നമുക്ക് ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇവിടെ
മെൻ്റൽ ഹെൽത്തിനൊന്നും ആരും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അതും ഒരു റീസണാണ്. പക്ഷെ അതൊന്നും സൊസൈറ്റി കാണുന്നില്ല. സൊസൈറ്റിയിൽ മീൻസ് ആൾക്കാർ പറയുന്നത് എന്താ, നമ്മൾ ഈ മൂവീസ് കണ്ടിട്ടാണ് ഇങ്ങനെ ഇൻഫ്ലുവൻസ് ആവുന്നത്, സൊസൈറ്റി അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഇത്രയും വലിയൊരു ഫാക്ടർ എടുത്തിട്ട് അവർ മീൻസ് ഇപ്പം ഇതിന് ഒരു സീരിയൽ കില്ലർ ആവണമെങ്കിൽ അതിൻ്റെ ഒരു ചിലപ്പം 10% ഒക്കെ ആയിരിക്കും ഇത് ഇൻഫ്ലുവൻസ് മീൻസ് ഈ ഒരു സംഭവം എടുക്കുന്നത്. ബാക്കി ഒരു മെജോറിറ്റി പാർട്ടും മെന്റലിറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചൊരു കാര്യമായിരുന്നു. അതായത് ഈ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നതിൽ ഇപ്പം 90% എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഒരു അങ്ങനെ കൂട്ടും ഒരു 90% നമ്മുടെ മൈൻഡിൽ ഒരു ഗ്രഡ്ജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതികാരമുണ്ട്. അല്ലെങ്കിൽ 70% നമ്മുടെ മൈൻഡിൽ ഒരാളെ കൊല്ലണം, അല്ലെങ്കിൽ ആ ഒരു സൈക്കോപാത്തറ്റിക് മൈൻഡുള്ള ഒരാൾക്ക് ആ ഗ്രഡ്ജ് ഉണ്ടാവും. ബാക്കിയും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള കുറേ കാര്യങ്ങൾ. ചിലപ്പം അവർ ഡെയിലി ലൈഫിൽ നേരിടുന്ന കുറേ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവാം. ചിലർക്ക് ഈ ബ്ലഡ് കാണുമ്പം, ചില സൈക്കോപാത്സിൻ്റെ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അവർക്ക് ഈ ബ്ലഡ് കാണുമ്പം ഒരു കില്ലിങ് നടത്തണം, അല്ലെങ്കിൽ അങ്ങനത്തെ റെഡ് എന്നുള്ള ഒരു കളറിനോട് കുറേ കൂടെ അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സാധനം കാണുമ്പം ഇവർക്ക് 70% ഉള്ള ആ ഒരു ഗ്രഡ്ജ് 100% ആവും. അങ്ങനെയുള്ള ചില ഇൻഷുറൻസ് ഗ്രാഫ് ഇങ്ങനെ കയറി പോകുമ്പോൾ അവർ അതിൻ്റെ ഫുൾഫിൽമെൻറ്റിൽ നിൽക്കുമ്പോൾ അവർക്ക് കൊലപാതകം ചെയ്യാനുള്ളൊരു തോന്നലുണ്ടാവുകയും അവർ ആ ഒരു ടൈം ഫേസിൽ ഒരാളെ കൊല്ലുകയും അല്ലെങ്കിൽ ക്രിമിനലി പ്രശ്നങ്ങളുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം ഇതിൻ്റെയൊക്കെ റൂട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ആണല്ലോ. അപ്പം അത് പറഞ്ഞിട്ട് ഒരു കറക്റ്റ് ആയിട്ടൊരു മെന്റൽ ഹെൽത്ത് മീൻസ് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അത് ആ ഒരു 70% കംപ്ലീറ്റ്ലി നീക്കം ചെയ്യാനും പറ്റും. ഇപ്പം നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് എല്ലാവർക്കും ഡെയിലി ലൈഫിൽ കുറേയധികം കാര്യങ്ങൾ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും. ചൈൽഡ്ഹുഡിൽ ഒരുപാടധികം പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ട്രോമ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം അല്ലെങ്കിൽ ഒരു പ്രതികാര മനോഭാവം നമുക്ക് മൈൻഡിലുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് വീട്ടിലുള്ള ഒരാളോട് തുറന്നു പറയുമ്പോൾ ഒരു അഡൾട്ടായിട്ടുള്ള ഒരാൾ നമ്മുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരും അത് അങ്ങനെയല്ല, നമ്മുടെ ശരിക്കുള്ള ലൈഫിൽ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒരു ബേസിക്കലി കൗൺസിലിംഗ് ആണ്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോഴേ ആൾക്കാരുടെ മൈൻഡിൽ വരുന്നത് എന്ന് പറയുമ്പോൾ ഈ ഒരു എന്താ പറയുക, അല്ല ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീട്ടിൽ പറയുക സൈക്കോളജിസ്റ്റിനെ കാണാൻ പോവുക. അപ്പം പൊതുവേ സൊസൈറ്റിയിൽ ആൾക്കാർ പറയുന്നതാ നിനക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ വട്ടുണ്ടോ നീ കാണാൻ പോയി. പക്ഷെ അതെന്ന് പറഞ്ഞാൽ സൈക്യാട്രിസ്റ്റിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ ഒരു എന്താണെങ്കിലും അത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഫിസിക്കലി ഉള്ള ഒരു രോഗം ക്യൂർ ചെയ്യാൻ വേണ്ടിയില്ല നമ്മൾ പോയി ഡോക്ടറെ കാണുന്നത്. അതുപോലെ സംഭവം തന്നെയാണ് ഇത്. ഇപ്പം ഒരു നമുക്ക് ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇപ്പോൾ കൈയൊടിഞ്ഞു കാലൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ ചെന്ന് കാണുമല്ലോ. അതേപോലെ തന്നെ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം. അതുപോലെ ഉള്ളു ഇതും. അതെ, മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ അതിപ്പോ ഞാൻ ഈ പറഞ്ഞോട്ട് നമ്മള് നോർമലി എന്താ പറയാ, നമുക്ക് ഒരു ഇപ്പൊ ആൻസൈറ്റി പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മള് സൈക്കോളജിസ്റ്റിനെയാണ് കാണുന്നത്, അല്ല സൈക്യാട്രിസ്റ്റിനെ അല്ല. സൈക്യാട്രിസ്റ്റ് ആണ് മറ്റേ എന്താ പറയാ, നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവര് മെയിനായിട്ട് അവരുടെ ഇത് തന്നെയാണ്. മീൻസ് നമ്മള് ഇപ്പൊ ഒരാൾക്ക് ഈ ഒരു മെന്റൽ മീൻസ് ഈ പറഞ്ഞൊരു ട്രോമയുള്ള ഒരാളുടെ കാര്യങ്ങൾ കേൾക്കുക, കൗൺസിൽ ചെയ്യുക, അതൊക്കെയാണ് അതിലുള്ള ഒരു കൗൺസിലിംഗ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ ഒരാളോട് ഇരുന്ന് സംസാരിക്കുക, അത് തന്നെയാണ് അത് തന്നെ. ഇപ്പൊ നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്ന പോലെ അങ്ങനെയാണ് കാര്യങ്ങൾ, എനിക്ക് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, ഇതൊക്കെ പറയാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ബേസിക്കലി കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു സൈക്കോളജിസ്റ്റ് തന്നെ വേണമെന്നില്ല. അതെ, നമ്മുടെ വീട്ടിൽ നമുക്ക് അടുത്തറിയാവുന്ന ഒരാളുടെ അടുത്ത് എങ്ങനെ സംഭവങ്ങൾ പറയാനുള്ള സിറ്റുവേഷൻസ് ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇല്ല എടാ, എനിക്ക് തന്നെ ഒരു സമയത്ത് പണ്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ മെന്റലി ഭയങ്കര സ്ട്രോങ് ആണ്, എനിക്കിങ്ങനെ എന്താ പറയാ ഭയങ്കര സ്ട്രോങ് ആണ്, നമുക്ക് തന്നെ ഒരു ഫീൽ എനിക്ക് പണ്ടുണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ പിന്നീടാണ് മനസ്സിലായ ഈ നമ്മൾ മെന്റലി സ്ട്രോങ് ആണെന്നിങ്ങനെ വിചാരിക്കുമ്പോഴും ഒരു പോയിന്റ് എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം മതി നമുക്ക് നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു എന്താ പറയാ ഒരു സ്റ്റെബിലിറ്റി പോകാൻ. ശരി ശരി.
നമ്മൾ വിചാരിക്കും നമ്മൾ ഒട്ടും ഇതിപ്പം പെട്ടെന്ന് ഞാൻ ഇത് പറയുമ്പം ഒരു മെജോറിറ്റി ആൾക്കാർക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എൻ്റെ ചൈൽഡ്ഹുഡിലുള്ള കാര്യങ്ങളും ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ കൊച്ചിലെ നല്ലപോലെ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഭയങ്കര മെന്റലി മെന്റലി ഭയങ്കര സ്ട്രെങ്ത് ആണ്, ഇമോഷണലി ഭയങ്കര എനിക്കെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എനിക്കിങ്ങനെ കാരണം ഞാൻ ഇപ്പൊ എക്സാമ്പിൾ ആണെങ്കിൽ അധികം ഇപ്പം ഗേൾസിന്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ അവര് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കാര്യമാണെങ്കിൽ മറ്റേ ആളും സ്വാഭാവികമായിട്ടും കരയും. പക്ഷെ നമ്മളിപ്പോ ബോയ്സ് നോക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ കരയത്തില്ല. സിറ്റുവേഷൻ ഉണ്ടായാലും പെട്ടെന്ന് അങ്ങനെ കരയാനുള്ള പെട്ടെന്ന് അങ്ങനെ അത് കരയത്തില്ല, അങ്ങനെ കരയത്തില്ല. ഇപ്പൊ ഞാൻ അങ്ങനെ നമ്മള് കരയാറില്ല. അപ്പൊ എന്റെ മൈൻഡില് ഞാനിങ്ങനെ ഒരിക്കലും കരയത്തില്ല, എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയ മെന്റലി സ്ട്രോങ് ആയതുകൊണ്ട് അങ്ങനെയെന്ന് വിചാരിച്ച്. പക്ഷെ ശരിക്കും തെറ്റായ അസംഷൻ അല്ലേ? കരയുന്നവര് സ്ട്രോങ് അല്ല, കരയാത്തവരാണ് ഇപ്പോഴും സ്ട്രോങ് എന്ന് വിചാരിക്കുന്ന തന്നെ ഭയങ്കര മണ്ടത്തരമായിട്ടുള്ള കാര്യമല്ലേ? എടാ ശരിക്കും ഇതൊരു റോങ് ബിലീഫാണ്. നമ്മള് കരയുന്നവർ മാത്രമാണ് ഭയങ്കര സഡായിട്ടുള്ള ആൾക്കാർ, അല്ലാത്തവര് ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ആൾക്കാർ, ഭയങ്കര സ്ട്രോങ് ആണെന്നുള്ള ആ ഒരു മെന്റാലിറ്റി ഇന്ത്യൻ ട്രഡീഷനിൽ പണ്ടേ ഉള്ളതാണ്. നമ്മുടെ ഫാമിലീസിലൊക്കെ ജനറേറ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. ആണുങ്ങൾ കരയൂല, അവർക്ക് ഭയങ്കര നല്ല സ്ട്രെങ്ത് ആണ്, ഭയങ്കര ഇരട്ടച്ചങ്ങന എന്നൊക്കെ പറയത്തില്ല. സ്ട്രെങ്ത് മീൻസ് ഇമോഷണലി ഭയങ്കര മെന്റലി ഭയങ്കര സ്ട്രെങ്ത് ആണെന്നാണ്. പക്ഷെ ഒരു കാര്യം പറയാമല്ലോ, ബോയ്സ് ഒന്നും അത്ര സ്ട്രോങ് ഒന്നുമല്ല മെന്റലി മീൻസ് ഇമോഷണലി അത്ര സ്ട്രോങ് ഒന്നുമല്ല. എനിക്കിത് എത്രത്തോളം കറക്റ്റാന്ന് അറിയത്തില്ല. എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് നമ്മളിപ്പം എനിക്കറിയത്തില്ല കറക്റ്റ് ആണെന്ന്. ഇപ്പൊ ഇന്ത്യൻ നമ്മുടെ ഒരു കൾച്ചറിനകത്ത് നമ്മളിപ്പോ നോർമലി ഈ മാരേജ് നടക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ നടക്കുമ്പോൾ ഈ എന്താ പറയാ ബ്രൈഡ് ഏജ് കുറഞ്ഞിട്ടുള്ളതും ഗ്രൂമിന് ഏജ് കൂടുതലുമായിരിക്കും. അപ്പൊ അവൻ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഈ ഗ്രൂം പെട്ടെന്ന് ഇപ്പം പ്രായം മരിച്ചു പോയല്ലോ, മരിച്ചു പോകുമ്പം അത് താങ്ങാനുള്ള കെൽപ്പ് ആ ഒരു വുമൺസിനാണ് കെൽപ്പ് കൂടുതലുള്ളതുകൊണ്ട് ഇങ്ങനെ ഏജ് കുറച്ച് കല്യാണം കഴിക്കുന്നത്. അന്നേരം ഭാവിയില് ഈ പറഞ്ഞ ഹസ്ബൻഡ് മരിച്ചാലും വൈഫിന് കുറച്ചുകൂടെ താങ്ങാനുള്ള ശക്തി, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വിൽ പവർ ഉണ്ടാവും. പക്ഷെ ജെൻസിന് ആ ഒരു കപ്പാസിറ്റി കുറവാണെന്നാണ് ഇങ്ങനെ പറഞ്ഞത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ലത്. എനിക്കത് ഞാനും അത് അങ്ങനെ ആലോചിച്ചത്. ശരി, ഇങ്ങനെ കല്യാണത്തിന്റെ കാര്യം വെച്ച് എനിക്കറിയില്ല. പക്ഷെ സംഭവം ഉള്ളതാണ് കൂടുതലും. അത് ജനറ്റിക്കലി ഉള്ളൊരു സംഭവമാണ് കൂടുതൽ. ഇമോഷണലി അത്ര സ്ട്രോങ് ആയിരിക്കില്ല മെൻസ്. പക്ഷെ വുമൻസ് വിൽ പവർ അല്ലെങ്കിൽ ഇമോഷണലി കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആണ്. നമ്മള് ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിന്റെ കാര്യം എടുത്താലും അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഫീമെയിൽസിന്റെ ഒക്കെ കാര്യം നോക്കിക്കഴിഞ്ഞാലും അവരൊക്കെ നമ്മൾ കുറച്ച് അല്ലെങ്കിൽ മെൻസ് കുറെ കൂടെ പതറിപ്പോകാൻ ചാൻസ് ഉള്ള സിറ്റുവേഷൻസിലൊക്കെ അവർ കുറെ കൂടെ ബോൾഡായിട്ട് നിന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന കാണാം. കുറെ കൂടെ ആ സമയത്ത് നമുക്കൊരിക്കലും നമ്മുടെ മൈൻഡ് വർക്കാവത്തില്ല. പക്ഷെ വുമൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവർ കുറെ കൂടെ ഇന്റലിജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം വുമൻസ് അല്ലെങ്കിലും അവര് കുറച്ചുകൂടെ എന്താ പറയാ ഇമോഷണലി ആണ് ഭയങ്കര അറ്റാച്ച്മെന്റ് അവർക്ക് കൂടുതലല്ലേ? അതെ അതെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എന്ത് കാര്യം പറഞ്ഞാലും എന്തിലും എക്സെപ്ഷൻസ് ഉണ്ടാവാം. ഇപ്പൊ ഞാന് ആ ഒരു മെൻസിന് കുറവാണ് മെൻസിന് കൂടുതലാണെന്നൊക്കെ പറഞ്ഞാലും കറക്റ്റ് ആണെന്നല്ല. ഇതൊരു ഞങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മുടെ റിയൽ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവന്ന കുറച്ച് ഇൻസൈറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അത് അതിനെപ്പറ്റി അതിനെ വിമർശിക്കുന്നവരുണ്ടായിരിക്കും, അത് ഇത് കറക്റ്റാണെന്ന് പറയുന്നവരുണ്ടായിരിക്കും, പല അഭിപ്രായമുള്ളവരും കാണും. അതെല്ലാം നിങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് കമന്റ് ചെയ്യുക. ബാക്കിയുള്ളവരെ അത് ഹെൽപ്പ് ചെയ്യും മനസ്സിലാക്കാൻ. അതെ, നമ്മള് ഇപ്പൊ പറയുന്നതിലും ഒരുപാട് പറഞ്ഞു പോയാൽ ഇതൊരു എന്താ പറയാ ഒരു ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് മാറും. ചില കാര്യങ്ങളൊക്കെ എടുത്തു കഴിയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവായിട്ട് എയറിലൊക്കെ പോകാനുള്ള ചാൻസ് ഉള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരും. നമ്മളൊരിക്കലും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇറക്കുന്നത്, ഈ പോഡ്കാസ്റ്റ് ഇറക്കുന്നത് ഭയങ്കര വ്യൂർ ബേസ് ഒന്നും ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. ഞങ്ങളുടെ മനസ്സിലുള്ള കുറേയധികം ഒപ്പീനിയൻസും ഞങ്ങളുടെ ഇൻസൈറ്റ്സും ഒക്കെ ഒന്ന് തുറന്ന് പറയണം, ഞങ്ങൾക്ക് കുറച്ചുകൂടെ പ്രസൻറ്റബിൾ ആവണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം കൊണ്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് മിസ്റ്റേക്സ് ഉണ്ടായാലും
ഞങ്ങളുടെ ഓഡിയൻസ് അതൊക്കെ വളരെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും നിങ്ങൾ മാക്സിമം ഞങ്ങളുടെ ഈ ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കുറെ കൂടി ഇമ്പ്രൂവ് ആകാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ഈ ഒരു ഇമോഷണൽ വിൽ പവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം എടാ ഇതിൽ കുറച്ചുകൂടെ എനിക്ക് കോറായിട്ട് പറയാനുള്ളത് നമ്മുടെ ഫാമിലീസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. പക്ഷേ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈക്കോളജിസ്റ്റിനെ കാണാം ഒക്കെ ശരി. പക്ഷേ ഇതിനൊക്കെ ഒരു ബേസിക്കായിട്ട് കൊണ്ടുവരേണ്ട സംഭവം നമ്മുടെ ഫാമിലിയിൽ ഇപ്പം അവന് മെൻ്റലി അവന് കുറച്ച് ഡൗൺ ആണ്, അല്ലെങ്കിൽ അവന് കുറച്ച് ഇപ്പോൾ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡിപ്രഷനാണ് നിനക്ക് ഡിപ്രഷനാണ് നിന്റെ വീട്ടുകാരുടെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നോർമലായിട്ടുള്ളൊരു മനസ്സിലാവത്തില്ല. ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഡിപ്രഷനോ അതെന്താ സാധനം അല്ല, ഡിപ്രഷൻ അല്ല അറിയാവുന്നവരാണെങ്കിൽ അവര് എന്താ പറയാ സീരിയസ് ആയിട്ടുള്ള കാര്യം അല്ല, അവരെന്തൊരു സമാധാനിപ്പിക്കാൻ തൽക്കാലത്തേക്ക് പറഞ്ഞു അതിനെ കുറച്ചുകൂടെ എന്താ പറയാ ഒരു കുറച്ചുകൂടെ കെയർ ചെയ്യണം. സെൻസിറ്റീവായിട്ട് അവർ കാണുന്നില്ല. കുറച്ച് അങ്ങനത്തെ സീരിയസ് പ്രശ്നമാണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് അവർക്കില്ല. അപ്പം ഇതൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ കുറച്ചുകൂടെയൊക്കെ ഇതിനെപ്പറ്റി ബോധവാന്മാരാകുക, അല്ലെങ്കിൽ മെൻ്റലി എന്തെങ്കിലും ഡൗൺ ആണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ട്രീറ്റ് ചെയ്യാൻ പ്യുവറായിട്ടുള്ള ഫോം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ലവ് ആണ്, അല്ലെങ്കിൽ അഫെക്ഷൻ, ഒരു എക്സ്പ്രഷൻ ഓഫ് ലവ് എന്ന് പറയുന്നതാണ്. അപ്പം അങ്ങനെ പ്രശ്നമുള്ള അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കൊക്കെ പോവുകയാണെന്നൊക്കെ പറയുന്ന ഒരു ആൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ ജസ്റ്റ് ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, അവർക്ക് കൂടുതൽ ഇമോഷണൽ ഒരു ബോണ്ടിങ് ഉള്ളതായിട്ട് നമ്മൾ ഫീൽ ചെയ്യിപ്പിച്ചാൽ തന്നെ ഒരു 40% അല്ലെങ്കിൽ 50% ഓഫ് അതിൻ്റെ പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും മാറുമെന്നാണ് എൻ്റെ മൈൻഡ് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടിട്ട്, എൻ്റെ ചെറിയ എക്സ്പീരിയൻസ് ആണെങ്കിലും അതുകൊണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. അല്ല, അതിപ്പം നമ്മൾ പറയുന്നത് മാത്രമല്ല, ഇപ്പം ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നതും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിക്കുന്ന നിരീക്ഷിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അവരും പറയുന്നത് ഇത് തന്നെയാണ്. അതെ അതെ, നമ്മൾ പകുതിയും സൈക്കോളജിസ്റ്റ് അവർ തന്നെ പറയുന്നത് എന്താ, ഇത് നമ്മൾ വീട്ടിൽ സംസാരിച്ചാൽ പകുതി സോൾവ് ആവും, അതിൻ്റെ സൊല്യൂഷൻസ് കിട്ടും, അല്ലെങ്കിൽ അവർക്കൊരു റിലീഫ് കിട്ടും. നമ്മൾ തുറന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പം നമ്മളിത് തന്നെ ഇതിനെപ്പറ്റി ഞങ്ങളിപ്പോൾ പറയുമ്പോൾ പലരും ചോദിക്കും ഈ തുറന്ന് സംസാരിക്കുന്നത് ഇത്ര അതിലെന്ത് ഇത്ര വലിയ എന്ത് ഭയങ്കര സംഭവങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ എല്ലാവരുടെയും കാര്യമൊന്നും സെയിം അല്ലാന്നേ. പല വീട്ടിലും ഒരു എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയാൻ പേടിയായിട്ടുള്ള, അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്സിനിടയ്ക്ക് പോലും ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരുപാടധികം ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ കുറച്ചുകൂടെ ഇതിനെപ്പറ്റിയൊക്കെ ജസ്റ്റ് അവെയർ ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെ. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആർക്കും അറിയാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങൾ, അല്ല അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങൾ അത് ഇതിലേക്ക് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കും. ഉറപ്പായിട്ടും അങ്ങനെ ചിന്തിക്കാൻ ലൈഫിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവും. അത് 100% നമുക്കങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പം എന്ത് കാര്യമാണെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് കൂടെ, അല്ലെങ്കിൽ നമുക്കങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ റിയലൈസ് ചെയ്യുന്നത്. ഇപ്പം ഇവൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയിരുന്നു തോന്നിയിരുന്നു, പക്ഷെ അത് പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അങ്ങനെയല്ല, നമുക്കിങ്ങനെ കുറേ വൾണറബിലിറ്റീസ് ഉണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴാണ്. നമ്മൾ ഈ ഫാമിലിയുടെ കേസ് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പുറത്ത് കിടപ്പുണ്ട്, എഡ്യൂക്കേഷനിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. പലർക്കും റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുക വിമർശിക്കണം എന്നുള്ളൊരു വിമർശിക്കാൻ പലർക്കും താല്പര്യമുള്ളൊരു സംഭവമാണത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം ഒരു എന്താ പറയാ ലൈഫിലെ ഒരു ഹാഫ് ഓഫ് ദി ലൈഫ് നമ്മൾ എവിടെ സ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെയാണ്. നമ്മൾ അത് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ നമ്മുടെ എന്താ പറയാ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്നത്. സൊസൈറ്റി എന്ന് പറയാൻ നമ്മൾ ഒരു അഡൾട്ടിനെ ബിൽഡ് ചെയ്യുന്നതിന്റെ മോസ്റ്റ് ഓഫ് ദ പങ്കും വഹിക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക്, ടീച്ചേഴ്സ്, പിന്നെ ഫാമിലി ഉണ്ട്. ഫാമിലി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് എഡ്യൂക്കേഷൻ.
ഈ പറഞ്ഞ സ്കൂള് അല്ലെ കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെയല്ലേ. അതിന്റെ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്. അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെൻ്റൽ അവയർനെസ് എന്ന് പറയുന്ന സാധനം കൂടുതലൊന്നും ഞാൻ എവിടെയും ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്നൊന്നും ഞാനിതുവരെ കേട്ടിട്ടില്ല. നിനക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. നമ്മൾ അതുകൂടെ കുറേയൊക്കെ അത് ഉണ്ട്, പക്ഷെ ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കത് മീൻസ് എല്ലാവർക്കും അത് ഒരേപോലെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റണമെന്നില്ല. ഇപ്പം സൊസൈറ്റി ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഫാമിലിയിലെ ആൾക്കാരുടെ മനോഭാവം മാറ്റണം എന്നൊക്കെ പറഞ്ഞാലും നമ്മളെ ഏറ്റവും വലിയ ടൂളായിട്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എഡ്യൂക്കേഷൻ. ആ ഒറ്റ പവർ നമ്മൾ അവിടെ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്ന് ഒരു മോഡിഫിക്കേഷൻ അവിടെ വരുത്തി കഴിഞ്ഞാൽ എൻ്റെയർ സൊസൈറ്റി എൻ്റെയർ സിസ്റ്റം അവിടെ ചേഞ്ച് ആവാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള മെൻ്റൽ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറേ കൂടെയൊക്കെ മീൻസ് ഇതിനെയൊക്കെ ഇപ്പം ഞാൻ പണ്ടെപ്പോഴും ഹിസ്റ്ററി ബുക്കിനകത്ത് ഇതിനെ വായിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇന്ത്യയിലോട്ട് ഈ പറഞ്ഞ മീൻസ് കൊളോണിയലൈസേഷൻ വന്ന സമയത്ത് അങ്ങനല്ലേ പറയുന്നത്, വന്ന ടൈമിൽ അവര് മീൻസ് ഈ എലൈറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിന് വേണ്ടി മാത്രം അവര് എഡ്യൂക്കേഷൻ അവർക്ക് സെപ്പറേറ്റ് ഒരു ഇതായിരുന്നു, എഡ്യൂക്കേഷൻ ആയിരുന്നു അവർക്ക്. അതിൽ പഠിപ്പിക്കുന്ന ഇപ്പൊ ഹൈജീൻ, പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഒരു കാസ്റ്റ് സിസ്റ്റത്തിന് വേണ്ടി, ഒരു പ്രത്യേക കാസ്റ്റിന് വേണ്ടി മാത്രം അല്ല. നമ്മൾ ഈ എന്താ പറയാ, നമ്മളിപ്പോ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് എന്ന് വെച്ചാൽ ഒരു ഹ്യൂമനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ല മീൻസ് ഹൈജീൻ, അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്, പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, ഡിസിപ്ലിൻ, ഹൈജീൻ, അങ്ങനെയുള്ള കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നു എഡ്യൂക്കേഷനകത്ത്. അല്ലാതെ നമ്മൾ പഠിക്കുന്നോട്ട് മാത്സ് അല്ലെങ്കിൽ സയൻസ്, അത് ഫിസിക്സ് മാർക്ക് മാത്രമല്ല. ഇവിടെ ഉള്ളവർക്ക് അത് മാത്രമാണ് എഡ്യൂക്കേഷൻ ബേസിക്കലി. ഇതെല്ലാം പഠിച്ചിട്ട് നല്ലൊരു ഹ്യൂമൻ ബീങ് ആയില്ലെങ്കിൽ പിന്നെ അത് വലിയൊരു പോയിന്റ് ആട്ടോ. ഭയങ്കര ഒരു പലയിടത്തും കേട്ട് കാണും. എനിക്ക് ഇപ്പൊ ആരാവണം എന്നൊക്കെ ചോദിക്കും. പണ്ടൊക്കെ ഭയങ്കര ഹീറോയിക് ആയിട്ട് എനിക്ക് എഞ്ചിനീയർ. ഞാനൊന്ന് വെറൈറ്റി പിടിച്ച് പൈലറ്റ് എന്ന് പറഞ്ഞു, പക്ഷെ പൈലറ്റ് ആയില്ല. അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ഈ JRC അല്ലെങ്കിൽ NCC ഇങ്ങനത്തെ ഇതിൻ്റെയൊക്കെ പരിപാടിക്കൊക്കെ പോകുമ്പം അവിടെയൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല ഹ്യൂമൻ ബീങ് ആവണം. പക്ഷെ ആരും അത് അവരുടെ സ്വന്തം മനസ്സിൽ നിന്ന് ആലോചിച്ചെടുത്ത് പറയുന്ന ആൻസർ ആണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അത് ജസ്റ്റ് ഒരു ഷോ ഓഫ് എന്ന രീതിക്കാണ് പറയുന്നത്. ആ ആൻസർ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ കൊടുത്ത ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളെ ഒരു നല്ല ഹ്യൂമൻ ബീങ് ആക്കുക, ഒരു നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു മനുഷ്യനാക്കി മാറ്റുക എന്ന് പറയുന്നത് ഫസ്റ്റിൽ തുടങ്ങി വെക്കേണ്ടത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ്. ഞാൻ ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ അവിടെ മിസ് ചെയ്യുന്ന കുറേ അധികം കാര്യങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ആയിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഹിഡൻ ട്രഷർ പോലെ അതിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. അതെ, എല്ലാം ഒന്നുമില്ല, പക്ഷെ ആ ഉള്ളത് പോലും ആർക്കും എക്സ്ട്രാക്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ എക്സ്ട്രാ റീഡ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളായിട്ട് മാറി ഒരു സൈഡിലേക്ക് അവോയ്ഡ് ചെയ്തിട്ടേക്കാണ്. അതെ, അല്ലാണ്ട് വലിയ വലിയ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ വരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങര സാർ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരാളെ എന്താ പറയാ കള്ളു കുടിക്കുന്നതിന്റെ ഗുണവും ദോഷവും, അല്ലെങ്കിൽ ഒരു റോഡിൽ കൂടെ എങ്ങനെ നടന്നു പോകണം, അല്ലെങ്കിൽ വണ്ടി എങ്ങനെ ഓടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടൊക്കെ എന്താ സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കേണ്ടത് ഈ ടെക്സ്റ്റ് ബുക്കും ടീച്ചേഴ്സും നമ്മുടെ സിസ്റ്റം തന്നെയല്ലേ. ആദ്യം വേണ്ടത് നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് പഠിപ്പിക്കേണ്ടതാണ്. അതാണ് ഏറ്റവും അത്യാവശ്യം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക്, അങ്ങനെ ഞാൻ പറയില്ല, ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മെയിനായിട്ടുള്ള കോഴ്സിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളും ഒരു കോർ സബ്ജക്റ്റ് എന്ന നിലയിൽ പഠിപ്പിച്ചു പോകേണ്ട സാധനമാണ്. അതിനും ഇപ്പം ഇതിന് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എക്സാം ഉണ്ടല്ലോ, അതേപോലെ ഇതിനും എക്സാം വേണം, റിവിഷൻ വേണം. ഇങ്ങനത്തെ പരിപാടികളെല്ലാം ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് അതിനെ കുറച്ചുകൂടെ എൻകറേജ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യണം. പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. ടാലൻറ്റ് വൈസുള്ള കുറേ കാര്യങ്ങളുണ്ട്, പ്രത്യേക നീഷ് വെച്ചിട്ട് പഠിപ്പിക്കേണ്ട, അങ്ങനെ ഒരുപാട് സ്പോർട്സിനോടുള്ള ഒരു അവജ്ഞ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പേര് അവരുടെ സ്കിൽസോ അല്ലെങ്കിൽ അവരുടെ പാഷനോ ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ
അവർക്ക് ഇഷ്ടമല്ലാത്തൊരു എന്താ പറയുക ഒരു കോർപ്പറേറ്റ് ലൈഫിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ വേറെ എന്തൊരു ഫീൽഡിലോട്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. എല്ലാവരും സെലക്ട് ചെയ്യുന്നത് ഈ വൈറ്റ് കോളർ ജോബ്, അതെ, അല്ല ഒരു ബ്ലൂ കോളർ അല്ലെങ്കിൽ ഗ്രേ കോളർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആരും നോക്കില്ല. കാരണം ബ്ലൂ കോളർ മീൻസ് രണ്ടും കൂടെ, അല്ലെങ്കിൽ അധികം വൈറ്റ് അല്ല അധികം ഇതുമല്ല, അങ്ങനെയുള്ള ഇതിനോട്ടൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാലും നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് പഠിച്ചു വെച്ചേക്കുന്നത്. അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇഷ്ടംപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യാം. ഈ എപ്പിസോഡിൽ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിലപ്പോൾ 2-2.5 മണിക്കൂർ ഒരു സിനിമ പോലെ ചിലപ്പം പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മാക്സിമം ഈ എപ്പിസോഡിൻ്റെ ലെങ്ത് കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഫസ്റ്റ് എപ്പിസോഡല്ലേ, അപ്പം കുറച്ച് ലെങ്ത് കുറഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചെറിയൊരു മീൻസ് എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് ഞങ്ങൾ ലെങ്തി ആയിട്ടൊരു സാധനം ചെയ്യുമ്പോൾ കണ്ടിരിക്കാൻ അതിനൊരു ഇൻട്രസ്റ്റ് വരണമെന്നില്ല. നമ്മൾ മാക്സിമം എല്ലാം ഷോർട്ടാക്കി, പക്ഷേ മാക്സിമം വാല്യൂ അത് പ്രൊവൈഡ് ചെയ്യാനാണ് നോക്കുന്നത്. അതെ, ഇങ്ങനെ അധികം കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനായിട്ട് ഏത് ടോപ്പിക് എടുത്താലും അതിനകത്ത് ഇഷ്ടം പോലെ കടൽ പോലെ കുറേ സംഭവങ്ങൾ കിടപ്പുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പിന്നെ ഞാൻ പറയാൻ വിട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നിസാരം ഒരു ചാനലിൽ പറഞ്ഞിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അനന്തരാമൻ ബ്രോ പുള്ളിയാണ് അത്യാവശ്യം ഇതിനു വേണ്ടിയുള്ള റെഫറൻസ് കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു ഇത് നമ്മൾ പറയണമല്ലോ, ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ്. നിസാരം എന്നാണ് ചാനലിൻ്റെ പേര്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ചാനലാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതിനെപ്പറ്റി ഇങ്ങനെ സൈക്കോപ്പത്തി അല്ലെങ്കിൽ സീരിയൽ കില്ലിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുള്ളവർ നമ്മുടെ ആ ഒരു ചാനൽ കാണാത്ത ആരെങ്കിലും 1-2 പേരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. നമ്മളവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം 19 മിനിറ്റോളമായി. രണ്ടാമത്തെ ഷെഡ്യൂളാണ്, മറ്റേത് 20-25 മിനിറ്റോളം ആയിട്ടുണ്ട്. സമയം എത്രയാണ്? 12:30 ഓക്കെ, രാത്രി 12:30 അത്ര ആയുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതൊരു ക്ലേശ ഔട്ടറായിട്ട് പോവല്ലേ, കുഴപ്പമില്ല, ആദ്യത്തെ വീഡിയോ അല്ലേ ഇങ്ങനെ. അതെ, ഈ ഒരു വീഡിയോ നമ്മളതല്ലേ ഇനിയും ഇവൻ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ റെക്ടിഫൈ ചെയ്ത് കൊണ്ടുവരും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിഗണിക്കുക. അതിനു മുന്നേ ലൈക്ക് ചെയ്യാനും കൂടെ ഒന്ന് ശ്രമിക്കണം. പിന്നെ കമൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അതിനകത്ത് ബോണസായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു, ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിപ്പോൾ അത് പ്രൊസറായിപ്പോൾ. അതെ, അത് വീട്. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മൈൻഡ് ചെയ്യുക നമ്മൾ. താങ്ക് യു ഫോർ ലിസണിങ് on our podcast. Okay. Bye.